ഹായ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ആന്ധ്ര കേരള ആളിന് കല്യാണം കഴിച്ചത്. അതിനോണ്ട് ഒരു ചെമ്മീൻ കറി, വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെല്ലാം വേണോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇത് ചെമ്മീനില്ലേ, ഇത് നല്ല ഞാൻ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ചെമ്മീൻ. പിന്നെ അതിക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിയാമ്പുള്ള, പിന്നെ ഇത് വന്നിട്ട് ഉലുവ, ജീരകം, പെരുജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി. വറുത്തിന് വേണ്ടിയിട്ട് കടുക്, പിന്നെ ഉള്ളിയും പച്ചമുളകും, പിന്നെ കറിയാമ്പുള്ള വറുത്തിന് വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തക്കാളി വേണം. ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത് പുളി ഇടണം, കുറച്ച് പുളി. ഓക്കെ, ഞാൻ എല്ലാം വറുത്തിട്ട് കാണിക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി. അതിനുശേഷം നമുക്ക് ഈ പൊടിയെല്ലാം ഇടാം. ഈ പൊടിയെല്ലാം ഇട്ടിട്ട് ഈ തേങ്ങ ഇടണം. ഇത് പൊടിയെല്ലാം ഫ്രൈ ആയിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് മൂത്ത ശേഷം തേങ്ങ ഇടണം. അധികം കറിയണ്ട, കുറച്ച് മൂത്തിയാൽ മതി കേട്ടോ. ഇപ്പോൾ തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് ഫുള്ള് വറുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി, നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് തനിയുമ്പോൾ മിക്സിയിൽ അരച്ചിട്ട് കാണിക്കാം. നന്നായിട്ട് മസാല അരച്ചെടുത്തു നന്നായിട്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പാരാഷൂട്ട് കുക്കിംഗ് ഓയിൽ. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇതെല്ലാം വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് ബ്രൗണിഷ് ആയാലും നമുക്ക് ഈ മസാല ഇട്ടിട്ട് തണുക്കുമ്പോൾ തക്കാളി ഇട്ടിട്ട് ചെമ്മീൻ ഇടാം കേട്ടോ. ഇത് കാണിക്കും. മസാല എല്ലാം ഇട്ട ശേഷം ഇങ്ങനെ കുറച്ച് വെള്ളം, എത്ര വെള്ളം വേണോ ആവശ്യത്തിന് അത്ര വെള്ളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു തക്കാളി ഇടാം. തക്കാളി ഇല്ലേ, ഇങ്ങനെ തക്കാളി ഇട്ടിട്ട് തിളക്കുമ്പോൾ ഇതെല്ലാം തിളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ചെമ്മീൻ ഇടാം കേട്ടോ. തിളച്ച് വരുമ്പോൾ ചെമ്മീൻ ഇടാം. ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്, പാകത്തിನಲ್ಲಿ ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപ്പ് പറയാൻ മറന്നുപോയി. ഓക്കെ, ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇടാം കേട്ടോ. ഈ ചെമ്മീനില്ലേ, ചെമ്മീൻ ഇട്ടിട്ട് ചെമ്മീൻ അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കറിയാമ്പുള്ള ഇട്ടിട്ട് കുറച്ച് തിളച്ച ശേഷം 10 മിനിറ്റ്, ഒരു 8-10 മിനിറ്റ് തിളച്ചാൽ മതി. അത്രയേ ഉള്ളൂ, അധികം ഒന്നും ചെമ്മീൻ തിളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ കാണിക്കട്ടെ. നമുക്ക് നോക്കാം അത്ര വരെ എത്തിനോത്. നന്നായിട്ട് തിളക്കുന്നു കേട്ടോ. നന്നായിട്ട് തിളച്ചു. ഇതാ ചെമ്മീനും നന്നായിട്ട് എന്താ പറയുക വെന്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കളർ തന്നെ മാറി. കറുപ്പ് ചെമ്മീൻ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം ഇതാ വൈറ്റ് കളറായി. അതാ കണ്ട തിളച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് കറിയാമ്പുള്ള ഇട്ടിട്ട് ഇപ്പോൾ എടുക്കാം. കറിയാമ്പുള്ള ഇട്ടിട്ട് ഒരു സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അത് ഞാൻ കാണിക്കാം. നോക്കാം എങ്ങനെ ആയോ എന്നിട്ട്. ഇതാ ഫൈനലി ഇതാ ചെമ്മീൻ കറി റെഡിയായി. ഇതിലേക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഞാൻ കുറച്ച് കൂടുതൽ ഗ്രേവി ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പൊറോട്ട അപ്പുറം തിന്നു, അപ്പോൾ നല്ലോണം കറി വേണം. അതിനോണ്ടാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ആക്കി നോക്കണം. പിന്നെ ഞാൻ നിങ്ങൾ സ്റ്റൈലാക്കിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്തിട്ട് നോക്കണം.
ഇഷ്ടപ്പെടണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടില്ലേ ഒരു ആന്ധ്ര പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്ടപ്പെടണം കേട്ടോ.